ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബംഗ്ലാദേശികൾ, ഇന്ത്യക്കുള്ളിൽ ഇല്ലീഗലായിട്ട് കടന്നു കയറി വന്നിരിക്കുന്ന ബംഗ്ലാദേശികൾ. ഞാൻ ഇൻസൈറ്റ്സ് മലയാളത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ BSF ബോർഡർ ഗാർഡ്, ഇന്ത്യയുടെ ബോർഡർ ഫോഴ്സ് മിലിറ്ററി ഉദ്യോഗസ്ഥരെ ബംഗ്ലാദേശിനുള്ളിൽ നിന്നും സാധാരണക്കാർ, അവിടുത്തെ സാധാരണ കച്ചറ പിള്ളേർ വന്ന് നിന്ന് കളിയാക്കുകയാണ്. ബോർഡറിൽ വന്ന് നിന്നിട്ട് രണ്ടെണ്ണം എടുത്ത് കാച്ചി കൊടുത്താൽ എല്ലാം ശരിയാവും. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവിടെ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഗാർഡ്സ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവന്മാർ ജസ്റ്റ് തടയുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. മതി പോകുന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വിഷയം നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് കേരളത്തിനുള്ളിൽ, പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ ഒരു 15 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 15 പേരും ബംഗ്ലാദേശി നാഷണൽസ് ആണ്. ഒരു വെസ്റ്റ് ബംഗാൾ എന്നുള്ള ഫേക്ക് ID-യിൽ അവർ ഇന്ത്യക്കുള്ളിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്ത് ഒരു വാടക വീട്ടിൽ വെച്ചിട്ട് 28 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 28 പേരും ബംഗ്ലാദേശികളാണ്. കേരളത്തിൻ്റെ ATS, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അവരും അതേപോലെ സ്റ്റേറ്റ് പോലീസും കൂടി ചേർന്നിട്ടാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരിൽ വീണ്ടും കേരളത്തിൽ അംഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും പല രാത്രി വർക്ക് ചെയ്യുന്ന ഏരിയകൾ, അതായത് സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടല്ലോ, അവിടെയൊക്കെ നൈറ്റ് വർക്കിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പെട്രോളിംഗ് നടത്തി അവിടെയെല്ലാം അരിച്ചു വിറക്കിയതിൻ്റെ പേരിൽ കുറേ ആൾക്കാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ പരമാവധി ആൾക്കാരെല്ലാം തന്നെ ബംഗ്ലാദേശികളാണ്. ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരുടെ കയ്യിലുള്ള രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും കുറേ ആൾക്കാർക്ക് ബംഗ്ലാദേശിൻ്റെ പാസ്പോർട്ടുണ്ട്, ബംഗ്ലാദേശിൻ്റെ ID ഉണ്ട്, കൂടാതെ വെസ്റ്റ് ബംഗാളിൻ്റെ ID ഉണ്ട്, അതുകൂടാതെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ, സകല സംവിധാനങ്ങളുമുണ്ട്. പാസ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇവന്മാർ ബംഗ്ലാദേശികളാണെന്നുള്ളത് 100% ഉറപ്പിക്കാം. അങ്ങനെ ഇവരെ പിടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഇവർ ബംഗ്ലാദേശികളാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിക്ക് കൈമാറുകയാണ്. പല ദേശീയ മാധ്യമങ്ങളും ഈ കേരളത്തിൽ നടന്ന ഈ വിഷയത്തിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി പേരെ കേരള പോലീസ് ഇങ്ങനെ റെയ്ഡ് നടത്തി പിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ATS സ്ക്വാഡിനെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ നാഷണൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ചിലരുടെ കയ്യിൽ അവർ കൈവശം വെച്ചിരിക്കുന്ന ആധാർ കാർഡ് ഒറിജിനലാണ്, കുറച്ച് പേരുടേത് ഫേക്കാണ്. ഈ ഫേക്ക് ആയിട്ടുള്ളത് ചില സൈബർ സെൻറ്ററുകളിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സൈബർ കഫേകളിൽ പ്രിൻ്റ് ചെയ്ത് കൊടുത്ത ID ആണ്, ഫേക്ക് ID. ചിലരുടെ കയ്യിലുള്ളത് ഒറിജിനലാണ്. ഒറിജിനൽ ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ആധാറും പാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ഷൻ ID എടുക്കാൻ പറ്റും, റേഷൻ കാർഡ് എടുക്കാൻ പറ്റും, പല സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റേഷൻ കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സിറ്റിസൻസിൻ്റെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റേഷൻ. നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മളുടെ പൗരന്മാർക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് ഇങ്ങനെ അന്യരാജ്യത്ത് നിന്ന് ആൾക്കാർ കൊണ്ടുപോകുന്നത്. നമ്മൾ ബംഗ്ലാദേശികളെ സഹായിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല. ബംഗ്ലാദേശികൾക്കുള്ള സഹായം ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പിലൂടെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇന്ത്യ മാലിക്ക് കൊടുക്കുന്നുണ്ട്, ഇന്ത്യ നേപ്പാളിന് കൊടുക്കുന്നുണ്ട്, ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശിനും കൊടുക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന് ഉള്ളിൽ വന്ന് കടന്നു കയറി ഇല്ലീഗലായിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ജോലിയും കൂലിയും എല്ലാം തട്ടിപ്പറിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് കിട്ടേണ്ട റേഷനും പഞ്ചസാരയും മണ്ണെണ്ണയും സകല സാമഗ്രികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻറ്റുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും ആധാർ കാർഡ് സംഘടിപ്പിച്ച് കൊടുത്ത ആ ഏജൻസി ഉണ്ടല്ലോ, അവരെയാണ് പൊക്കേണ്ടത്. അവിടെ എവിടേക്കാണ് പണം ഒഴുകിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, എത്ര ഗവൺമെൻറ് ഏജൻസികൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആരൊക്കെയാണ് കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്, ഇവിടെ അന്വേഷണം നടത്തി അവരെ പൊക്കണം. ഇത് ശരിക്കും ആൻറ്റി നാഷണലാണ്. സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടി പണിയെടുക്കേണ്ടവൻ ഇവൻ എവിടെ നിന്നോ വന്ന് കയറിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവൻ ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു 3000 രൂപയ്ക്കും 700 രൂപയ്ക്കൊക്കെ. ഇതിൻ്റെ കോസ്റ്റ് 700 to 3000 ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഗവൺമെൻറ് ആധാർ കാർഡ് കിട്ടാൻ 700 രൂപ മതി. അത്രേ, ഏതെങ്കിലും ഓഫീസിൽ കയറി 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആധാർ കാർഡ് കൊണ്ടുപോകുന്നു. അതേപോലെ പ്രൈവറ്റ് കഫേകളിൽ ഈ ഫേക്ക് ID-ക്ക് 3000 രൂപയാണ്. അത് ബാംഗ്ലൂരിലാണ് കൊടുക്കുന്നത്. ഉടുപ്പിയിൽ നിന്നും ഈ ഇടയ്ക്ക് കുറേ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടുപ്പിയിൽ നിന്നും പ്രത്യേകിച്ച് SIR നടപ്പിലാക്കിയതിന് ശേഷം കേരളത്തിൻ്റെ ഉള്ളിൽ ലേബർ ഷോർട്ടേജ് ഉണ്ടെന്നുള്ള വാർത്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശികളെയും നോർത്ത് ഇന്ത്യൻസിനെയും തിരിച്ചറിയാനുള്ള വ്യക്തമായ സംവിധാനം വേണം.
കാരണം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും പോയി പണിയെടുക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. ഭരണഘടന അത് ഉറപ്പാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ത്യക്കാരെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട കൃത്യമായിട്ട് റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻറ്റുകൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തി അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അവരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് പറഞ്ഞു വിടണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമാണ്. ശരിക്കും ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഈ ഫോർജറികളെ, ഇതേപോലെ ഇല്ലീഗലായിട്ട് കടന്നു കയറി വരുന്ന ആൾക്കാരെ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. അടുത്തൊരു ഇതിൻ്റെ ഒരു നാച്ചർ എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് സൗത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ എത്തിപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കർണാടക, ആന്ധ്ര, തമിഴ്നാടു, അതുപോലെ കേരള. എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നതെല്ലാം ഡ്രവിഡിയൻ ലാംഗ്വേജ് ആണ്. ഈ ഡ്രവിഡിയൻ ലാംഗ്വേജിൻ്റെ ഉള്ളിൽ വലിയ രീതിയിൽ ഹിന്ദിയുടെ ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷേ ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ബംഗാളിക്ക് ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇവൻ വെസ്റ്റ് ബംഗാളിയാണോ അല്ലെങ്കിൽ ഇവൻ യഥാർത്ഥ ബംഗ്ലാദേശി ബംഗാളിയാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ടാണ്, കൃത്യമായിട്ടുള്ള ലോബി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, ബായ് നീ അവിടെ പോകരുത്, അവിടെ പോയാൽ നിന്നെ പിടിക്കും, നീ ഇവിടെ പോയിക്കോ, ഇവിടെ ആൾക്കാർക്ക് വലിയ രീതിയിൽ ഹിന്ദി ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശിയും എല്ലാം ഇവർക്ക് ഒന്നാണ്, അവിടെ പെട്ടെന്ന് നിന്നെ ആരും അങ്ങനെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സദൻ സ്റ്റേറ്റുകളിലേക്ക് ഇവരെ ലോഡ് കണക്കിൽ കയറ്റി അയച്ചിരിക്കുന്നത്. അതായത് ഇതിന് മുന്നേ വന്നവൻ മെസ്സേജ് കൊടുക്കും, ഡേ ഇവിടെ സേഫാണ് കാര്യങ്ങൾ, നീ പോരെ, ഞാൻ വന്ന അതേ ചാനലിൽ നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മൊത്തം അതേ ചാനലിലൂടെ ഇവിടെ വന്ന് കുടിയേറിയിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിനുള്ളിൽ നിന്നും പിടിക്കപ്പെട്ട ഈ ബംഗ്ലാദേശികൾ മൊത്തത്തിൽ മുർഷിദാബാദ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലൂടെ അവിടുത്തെ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. അവിടുത്തെ ചെക്ക് പോസ്റ്റ് മീൻസ് അവിടുത്തെ ബോർഡർ ഏരിയയിലൂടെ പല ഏരിയകളിലൂടെ ഇൻഫിൽട്രേഷനായി ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. മുർഷിദാബാദ് വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിൻ്റെ ഒരു ഏരിയയാണ് മുർഷിദാബാദ് എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, യുവമാരെ വളരെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വീട് റെൻറ്റിന് വിടുന്ന ആൾക്കാർക്കും അതേപോലെ ഹോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർക്കും ചെറിയ ലോഡ്ജ് നടത്തുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു ആപ്പ് കേരള പോലീസ് ഒരു ആപ്പ് റിലീസ് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ളൊരു ആപ്പ്. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പം ഇന്ത്യക്കുള്ളിൽ ചെറിയൊരു ഹോട്ടൽ, ഒരു 10-40 മുറിയുള്ള ഒരു ഹോട്ടലിലൊക്കെ വന്ന് ആൾക്കാർ താമസിക്കുന്നുവെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. എല്ലാ ദിവസവും റിപ്പോർട്ട് ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള SI ആ ഹോട്ടൽ വിസിറ്റ് ചെയ്ത് അവിടുത്തെ വിസിറ്റേഴ്സ് ബുക്ക് അതേപോലെ തന്നെ അവിടുത്തെ ഗസ്റ്റിൻ്റെ റെക്കോർഡ് ഇതെല്ലാം പരിശോധിക്കും. പണ്ടെല്ലാം ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ സിസ്റ്റത്തിൽ പല പല ആപ്പുകളിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഷയമാണിത്. കേരളം എന്ന് പറയുമ്പോഴത്തേക്കും വലിയ അങ്ങോട്ട് സംസ്ഥാനമൊന്നുമല്ല, ചെറിയൊരു സംസ്ഥാനമാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റും. ഒരു 550 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു 570 കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ ലെങ്ത്ത്. അത്തരത്തിലുള്ളൊരു ചെറിയൊരു സ്റ്റേറ്റാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, റെൻ്റൽ ഹോം, അതുപോലെ ചെറിയ ലോഡ്ജ് സംവിധാനങ്ങൾ, അതേപോലെ ഈ ഹോം സ്റ്റേ പരിപാടി, റിസോർട്ടുകൾ, ഇതെല്ലാം നടത്തുന്ന ആൾക്കാർക്ക് ഒരു പോലീസ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആപ്പ് സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തവരുടെ ID, അതേപോലെ മുറി വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ID, റിസോർട്ടുകളിൽ താമസിക്കാൻ വന്നിരിക്കുന്ന ഒക്കുപ്പൻ്റെ ID, ഇൻക്ലൂഡിങ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ID, കംപ്ലീറ്റ് സംവിധാനം. സെക്യൂരിറ്റി ഉറപ്പുവരുത്താതെ അക്കോമഡേഷൻ കൊടുക്കരുത്. നിയമം കർശനമാക്കണം. ID പ്രൂഫ് വാങ്ങിച്ചിട്ടേ ചെക്ക് ഇൻ ചെയ്യാവൂ. ID പ്രൂഫ് ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോ ആയാലും മതി, അതായത് ഡിജിറ്റൽ ഫോട്ടോ ആയാലും മതി. നേരിട്ട് ഫിസിക്കൽ ID തന്നെ വേണമെന്നില്ല. പല ഫോറിൻ രാജ്യങ്ങളിലും ഫിസിക്കൽ ID തന്നെ സബ്മിറ്റ് ചെയ്യണം. ഡിജിറ്റൽ ID ആയാലും മതി. പക്ഷേ ID എന്ന് പറഞ്ഞൊരു സംവിധാനം വാങ്ങിച്ചിട്ട് ഹോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലും കൂടി രജിസ്റ്റർ ചെയ്യണം. അവിടെയും കൂടി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ദ ഹോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ ചെക്ക് ഇൻ പോലീസ് സെക്യൂരിറ്റി സിസ്റ്റം, ഈ 2 സ്ഥലത്തും കൂടി ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അതിലൂടെ C ഫോം F ഫോം എന്നുള്ള രീതിയിലുള്ള പരിശോധനകളൊക്കെ റിയൽ ടൈമായിട്ട് തന്നെ ലോക്കൽ പോലീസിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇനി ID തരാത്തവൻ, ID വെച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തരാത്തവനുണ്ടാവും. അവനൊക്കെ ഫ്രോഡായിരിക്കും 100%.
അല്ലെങ്കിൽ അവൻ്റെ ID റിവീൽ ചെയ്യാൻ അവൻ എന്താണ് ബുദ്ധിമുട്ട്? പിന്നെ ID തരാതെ ഈ ഹോട്ടലിൽ മുറിയെടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉള്ള ആൾക്കാർ ഒരു പക്ഷേ ID ഒക്കെ ഒഴിവാക്കാനുള്ള സാധ്യതകളുണ്ട്. ID ഇല്ലാതെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം. പിന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതിരിക്കാനുള്ള ശ്രമം നമ്മളുടെ പോലീസിനും കൂടി വേണം. 2 അഡൽട്ട് മുറിയെടുത്തവർ താമസിക്കുന്നെങ്കിൽ അവിടെ പോയി ചൊറിയാൻ നിൽക്കരുത്. കാരണം അതൊന്നും മുതിർന്ന അഡൽട്ട്സിന് പറ്റിയ പരിപാടിയല്ല. അതേസമയം പരാതിയുണ്ട്, ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ, അയാളുടെ ID കിട്ടിയിട്ടുണ്ടെങ്കിൽ, അയാളുടെ ID നിങ്ങളുടെ സിസ്റ്റത്തിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഹോട്ടൽ ഉടമകൾക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുക, നേരെ പോവുക, അറസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ID-യും രേഖകളെല്ലാം തന്നെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ട്രാൻസാക്ഷൻസ് എപ്പോഴും കുറച്ച് സുതാര്യമായിരിക്കും, സെക്യൂരിറ്റിയും ഉറപ്പുവരുത്താൻ പറ്റും. ഈ ഹോട്ടൽ മുറികളിൽ നടക്കുന്ന പലതരത്തിലുള്ള പരിപാടികളുണ്ടല്ലോ, മരുന്ന് കച്ചവടം, അങ്ങനത്തെ പല പല പരിപാടികളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പരിധി വരെ കുറയും. പബ്ലിക് ന്യൂസൻസ് കേസുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഈ സെക്യൂരിറ്റി സംവിധാനം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഒരു അഡീഷണൽ സോഫ്റ്റ്വെയർ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിനും കൊടുക്കണം. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്കെതിരെ നടപടി എടുക്കണം. മാസാവസാനം ഈ ഹോട്ടലുകളിൽ വിസിറ്റ് ചെയ്തിട്ട് ഇവരുടെ ആ മന്ത്ലി ഇൻഹൗസ് ലിസ്റ്റും അതേപോലെ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ചെക്ക് ഇൻഹൗസ് ലിസ്റ്റും കൂടി എടുത്ത് പരിശോധിക്കണം. ഇവർ കൃത്യമായിട്ട് എത്രയാണോ ഇവരുടെ റൂം വിറ്റുപോയിരിക്കുന്നത് അതിനൊത്ത രീതിയിലുള്ള ID ഇവിടെ എൻട്രി ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫേക്ക് ID സംവിധാനങ്ങളെയൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഇവരെയൊക്കെ പിടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ആപ്പ് റിലീസ് ചെയ്ത് ഒരു നോട്ടീസ് ഇറക്കേണ്ട സംഭവമേ ഉള്ളൂ. ഒരു ആപ്പ് റിലീസ് ചെയ്ത് ഒരു നോട്ടീസ് ഇറക്കി കഴിഞ്ഞാൽ ഇവന്മാരെ മൊത്തത്തിൽ പൊക്കാം. ഇവന്മാർ എവിടെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്? തീർച്ചയായിട്ടും വെസ്റ്റ് ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ വരുന്നവൻ കേരളത്തിനുള്ളിൽ വന്ന ഉടനെ വീടൊന്നും പണിയാൻ പോകുന്നില്ല. അവൻ വാടകയ്ക്ക് വീടെടുക്കും. വാടകയ്ക്ക് വീടെടുത്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മൊബൈലിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇവൻ്റെ ID അപ്പം തന്നെ കയറ്റി വിടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ കേരളത്തിൽ നടപ്പിലാകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ പല ഡെവലപ്ഡ് രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടെ നമ്മൾ ഹോട്ടലിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ID-യും പാസ്പോർട്ട് ഇതെല്ലാം വാങ്ങിച്ച് അവർ ഇത്തരത്തിൽ സ്കാൻ ചെയ്ത് ഡോക്യുമെൻ്റ് അവർ ഫയൽ ചെയ്യും, അവരുടെ പോലീസ് സംവിധാനത്തിലേക്ക് ഫയൽ ചെയ്യും. അതാണ് നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രധാനപ്പെട്ട വിഷയം, പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട വിഷയമാണിത്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇവരെയൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്ത് പണ്ടേ ഇവനെയൊക്കെ നാട് കടത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനിവേ ബംഗ്ലാദേശികൾ ഇനിയും കേരളത്തിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ലക്ഷക്കണക്കിന് പേരുണ്ട്. യുവമാരെയൊക്കെ നമ്മളിനി എപ്പോൾ പിടിച്ച് യുവമാരെയൊക്കെ കയറ്റി അയക്കാൻ പോകുന്നത്? ഇപ്പം തന്നെ ആ ബോർഡറിൻ്റെ അവിടെ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇത് ബംഗ്ലാദേശുമായിട്ട് ഇന്നൊരു ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ അതിൽ രണ്ടുപേരും തമ്മിലൊരു ധാരണയായിട്ടുണ്ട്. ധാരണ മീൻസ് കൃത്യമായിട്ടുള്ള രേഖകൾ കൈമാറിക്കൊണ്ടുള്ള രീതിയിൽ, അത് ഇവരുടെ നിന്ന് പിടിക്കുന്ന എവിഡൻസ് കൃത്യമായിട്ട് ബംഗ്ലാദേശ് എംബസി കൗൺസിലേറ്റ് ത്രൂ നമ്മൾ പാസ് ചെയ്ത് ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഇന്ത്യ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.